താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 51 അതിൻ്റെ 10 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നൊരു വിലയേറിയ പ്രാർത്ഥന. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഒരു ഉത്തമ വിശ്വാസിയുടെ വിലയേറിയ പ്രാർത്ഥന എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ എത്ര നിഷ്കളങ്കമായ പ്രാർത്ഥന, ദൈവത്തോട് ചേർന്നുള്ള പ്രാർത്ഥന, ദൈവത്തോട് ചേരാനുള്ള പ്രാർത്ഥന. ആമേൻ, സ്തോത്രം. മനോഹരമായ പ്രാർത്ഥന ദൈവസന്നിധി വയ്ക്കുക. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. ആമേൻ, സ്തോത്രം. പ്രവാചകനിലൂടെ, നാഥാൻ പ്രവാചകനിലൂടെ തന്നെ ഒരു നല്ലൊരു മെസ്സേജ് ലഭിച്ചപ്പോൾ തൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നിന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾ, കർത്താവ് എന്നെ കൈവിട്ടുന്നോ അല്ലെങ്കിൽ ഇനി എന്നെ ദൈവം സ്വീകരിക്കുകയില്ലയോ, ഇങ്ങനെയൊന്നുമല്ല. ആമേൻ, സ്തോത്രം. തൻ്റെ തെറ്റ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവസന്നിധി തന്നെ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുക. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ആ സന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, ആ സന്നിധിയിൽ ഒരിക്കലെങ്കിലും ഇരുന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ആ സന്നിധി വിട്ട് നമ്മളെവിടേക്ക് പോകാൻ? സ്തോത്രം. പത്രോസിൻ്റെ വിശ്വാസമാണ്, നിന്നെ വിട്ടിട്ട് അടിയങ്ങളെങ്ങ് പോയി വസിക്കും. കൂടെ നടക്കുമ്പോൾ ദൈവമക്കളെ എത്ര മഹത്വത്തോടെയാണ് നടത്തുന്നത്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അതൊക്കെ ഗ്രഹിക്കാനുള്ള കൃപ, കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ അത്ഭുതകരമായി നടത്തുന്ന ദൈവസ്നേഹം, ആവശ്യമായ ഉപദേശങ്ങൾ, ആവശ്യമായിട്ട് തക്ക സമയത്തുള്ള പ്രാർത്ഥന പഠിപ്പിക്കൽ, കർത്താവ് ഓരോന്നും പ്രവർത്തിക്കുന്ന നന്മയെന്ന് ഓർത്താൽ, മീൻപിടുത്തക്കാരായി നടന്നവർ, വിദ്യാഭ്യാസമില്ലാത്തവർ കർത്താവിൻ്റെ പിന്നാലെ ചെന്നപ്പോഴാണ് മീൻപിടുത്തക്കാരായിട്ടല്ല കാണുന്നത്. ക്രിസ്തുവിൻ്റെ വിശ്വാസം കണ്ടപ്പോൾ മനുഷ്യനെ പിടിക്കുന്നവനാക്കി തീർക്കുമെന്ന് പറയുമ്പോൾ ദൈവമക്കളെ, ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഏറ്റവും മഹത്തായ ശുശ്രൂഷ അതാണ് ദൈവം പത്രോസിന് കൊടുത്തത്. ലോകപ്രകാരം നോക്കിയാൽ മീൻപിടുത്തക്കാരാ, വിദ്യാഭ്യാസമില്ലാത്തവരാ, ന്യായപ്രമാണം മുഴുവൻ പഠിച്ചവരാണോ പഠിക്കാത്തവരാണോ ഒന്നും അറിഞ്ഞുകൂടാ. സകല ജാതികൾക്കും ദൈവമായവൻ, മുഖപക്ഷമില്ലാത്ത കർത്താവിനെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവം എത്ര മഹത്വമേറിയ കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ പങ്കുവെച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദ് രാജാവ് പറയാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. എത്ര ശിക്ഷിച്ചാലും ആ ദൈവസ്നേഹം അനുഭവിച്ചവർ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ മാത്രം ആഗ്രഹിക്കുള്ളൂ. ദൈവം കൊടുത്ത ഉപകാരങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പട്ടിക പറയുമ്പോൾ ലഭിച്ച ഒരു നന്മയ്ക്ക് പോലും നന്ദി പറയാൻ മനസ്സുണ്ടാവില്ല. കിട്ടിയ നന്മകൾ ഓർത്താൽ ഈ ജന്മം പോരാ ദൈവമക്കളെ, ഈ ആയുഷ്കാലം പോരാ. ദൈവം തന്ന ഉപകാരങ്ങൾ ഓർത്താൽ എത്ര മഹത്വത്തോടെ നമ്മളെ നടത്തിയത്. ഈ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിലൊന്ന് അല്പസമയം ദാവീദ് രാജാവ് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഞാൻ ഇവിടുന്ന് പോയാൽ ഞാൻ അവിടെ ചെന്ന് നേടും. എനിക്ക് ഇത്രയൊന്നും വേണ്ട, അല്ല ഇത്രയൊന്നും ശിക്ഷ വേണ്ട, ഇത്രയും കഷ്ടം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്നിടത്തേക്ക് പൊക്കാൾ തിരിഞ്ഞു നോട്ടം. ദൈവമക്കളെ, ഇതൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. എത്രമാത്രം കർത്താവ് ശിക്ഷിച്ചാലും കൈവിടത്തില്ല ദൈവമക്കളെ. ശിക്ഷിക്കും തോറും നമ്മൾ കൂടുതൽ രക്ഷ പ്രാപിക്കുകയുള്ളൂ. എല്ലാവർക്കും മുമ്പിൽ ത്യജിക്കപ്പെടുമ്പോഴും കർത്താവ് നമ്മളെ സ്നേഹിക്കുക. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുന്നു പറഞ്ഞ കർത്താവ് മാനിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത്ര മഹത്വത്തോടെ നടത്തുന്ന നല്ല ദൈവം, ഈ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞുകൊണ്ടിരിക്കെ അറിഞ്ഞോ അറിയാതെ വന്നു ഭവിച്ച തെറ്റിന് ദൈവം കൊടുത്ത ശിക്ഷയ്ക്ക് മുമ്പിലും ദൈവമക്കളെ ദൈവത്തെ പഴിചാരാതെ, തൻ്റെ തെറ്റിനെ ന്യായീകരിക്കാതെ, കുറവോശങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വീണ്ടും വീണ്ടും കൊതിക്കുന്ന
ദാവീദ് രാജാവിൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. അപ്പോഴും ഈ ശിക്ഷയിലാണെങ്കിൽ പോലും ദൈവമക്കളെ, ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവ് തന്നിലുണ്ട്. അത് ഉറപ്പായിട്ട് അറിയുന്ന ഒരു ദൈവ പൈതല് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഏറെ വരുമ്പോഴും അവയിലേക്ക് നോക്കിയാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കില്ല. പ്രശ്നങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവങ്കിലേക്ക് നോക്കിയാൽ ആരും ഒരു നാളിൽ ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവമക്കളെ, അവങ്കിലേക്ക് നോക്കുക. ഇന്ന് ഈ ശുശ്രൂഷ കൂടുമ്പോൾ പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. നിന്ദിക്കപ്പെടുന്ന സഭയ്ക്കകത്തോ അല്ലെങ്കിൽ കുടുംബത്തിലോ എല്ലായിടത്തും ഇന്ന് ത്യജിക്കപ്പെട്ട് അല്ലെങ്കിൽ നിന്ന വഹിക്കുന്ന ഒരു അനുഭവമായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ദൈവസന്നിധിയിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ നമ്മൾ ദൈവത്തോട് നേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തക്കവണ്ണം ഉത്തരം തരുന്നൊരു ദൈവം ജീവിക്കുന്നു. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഇത് പോയാൽ പോട്ടെ എന്ന് പറഞ്ഞല്ല പറഞ്ഞേ, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ആ സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. ഒരല്പസമയത്തെ ആ ഒരു ദുർബല നിമിഷം എന്നൊക്കെ പറയുന്നത് പോലെ ഒരല്പസമയം കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് വിട്ടകന്നു പോയെങ്കിലും ദാവീദിന് നന്നായിട്ടറിയാം. ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയാണ്, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ആ സന്തോഷം അത് കർത്താവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ആ രക്ഷയുടെ സന്തോഷം കർത്താവിനല്ലാതെ ആർക്കും തരാൻ പറ്റില്ല. അവങ്കിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിക്കുന്ന ദൈവമക്കളെ, യാചിക്കുന്ന ഏവർക്കും കൊടുക്കുന്നവൻ, ചോദിക്കുന്ന ഏവർക്കും വാരി വിതറി കൊടുക്കുന്ന ദൈവം, മുഖപക്ഷമില്ലാത്ത ദൈവം, സകല ജാതികൾക്കും ദൈവം, ജീവിക്കുന്ന ദൈവം. ഒന്ന് ചോദിച്ചാൽ തരുമെന്ന് ദാവീദ് രാജാവിന് നന്നായിട്ടറിയാം. തൻ്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മനഃപൂർവ്വമായി തന്നെ ആ കുറവ് വശങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ച് രക്ഷപ്പെടുകയാണ്. നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അത് മറ്റാരുടെയും കയ്യിലല്ല. ദൈവത്തിന് സ്തോത്രം. ആ രക്ഷയുടെ സന്തോഷം ശിക്ഷിച്ച ദൈവത്തിൻ്റെ കരങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. തീർച്ചയായിട്ടും അപേക്ഷയ്ക്ക് തക്കവണ്ണം ദൈവം കൊടുക്കും. നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. മനസ്സൊരുക്കത്തോടുകൂടി ദൈവമക്കളെ, ആരൊക്കെ ഒരുക്കിയാലും, ആരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചാലും, ആരൊക്കെ എത്രത്തോളം ഇപ്പം തന്നെ നമുക്ക് ആരാധനയ്ക്ക് പോകാം, ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് ആര് എത്രത്തോളം പ്രേരിപ്പിച്ചാലും ദൈവമക്കളെ ഒരുക്കം വരത്തില്ല. ദൈവത്തോട് ദൈവസന്ധി ചേർന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ ആ തമ്പുരാൻ്റെ സന്നിധി തന്നെ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, ആ രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ ഇങ്ങനെ താങ്ങണമേ. ആ താങ്ങല് ദൈവമക്കളെ ലോകത്താരും താങ്ങുന്ന പോലല്ല. എൻ്റെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. താങ്ങുന്ന ദൈവം നമ്മുടെ കൂടെയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ നീ എന്നെ താങ്ങണമേ. ഒറ്റ പ്രാർത്ഥന. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയ മക്കളെ, ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപയും കൃപാവരങ്ങളും പ്രാപിച്ച് എങ്ങനെയോ എല്ലാം നഷ്ടപ്പെട്ടു പോയെന്നും ഇനിയൊരിക്കലും മടങ്ങി വരാൻ പറ്റത്തില്ലെന്ന് കരുതിക്കൊണ്ട് ഇന്ന് യാദൃശ്ചികമായിട്ടെങ്കിലും ഈ കൂട്ടായ്മ കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയാം, യേശു കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചു തരുന്ന ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് മനസ്സോടൊന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, ഈ പ്രാർത്ഥന കേട്ടിട്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ചോദിച്ചാൽ ഉത്തരം തരുന്ന ദൈവം. ഹല്ലേലൂയ. യാചിച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം തരുന്ന ദൈവം. ഈ ദൈവം നമ്മുടെ ദൈവമാകുന്നു. ഈ ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. ആകയാൽ തളരണ്ട, പതറണ്ട. ആമേൻ, സ്തോത്രം. ലോകത്തിൽ ഒറ്റപ്പെട്ടെന്നോ തള്ളപ്പെട്ടെന്നോ കഴിവും പ്രാപ്തി ഇല്ലാതെ പോയെന്നോ ഇനി രക്ഷപ്പെടാനൊരു മാർഗമില്ലെന്നോ ദൈവമക്കളെ എല്ലാവരുടെ മുമ്പിൽ ത്യജിക്കപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ആമേൻ, സ്തോത്രം. ചാവറായ ശേഷിപ്പുകളെ ശക്തി പ്രാപിക്കുന്ന ഈ തിരുവചനം ഏറ്റെടുത്താൽ അവിടെ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, വീണ്ടും കരുണ കാണിക്കുന്ന ദൈവം ഇരട്ടിപ്പങ്ക് കൃപയോടെ എൻ്റെ കർത്താവിന് വേണ്ടി നല്ല ഉത്തമ സാക്ഷിയായി തീരുവാൻ ആമേൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് നിങ്ങളെ തേടി വരിക. ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചു തരുവാൻ ഈ ദൈവം തയ്യാറാണ്. ചോദിക്കുന്നുവെങ്കിൽ ചോദിക്കുന്ന ഏവർക്കും വാരി വിതറി കൊടുക്കുന്ന ദൈവം ഇന്നത് പ്രാപിപ്പാൻ ഇവിടെയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ,
കർത്താവെ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാദൃശികമായിട്ടാണെങ്കിലും കർത്താവെ, ഈ ശുശ്രൂഷ കൂടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, സത്യം ചെയ്ത നിന്റെ പണ്ടത്തെ കൃപകൾ എവിടെയെന്ന് അസങ്കീർത്തനത്തിലൂടെ കേട്ട വചനത്തെ ഈ സമയത്ത് ഓർക്കുന്നപ്പാ. നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചു കൊടുക്കുവാൻ ഈ ലോകത്ത് എൻ്റെ കർത്താവെ അങ്ങേ പോലെ മറ്റാർക്കും സാധ്യമല്ല കർത്താവെ. അവിടുത്തെ കൃപയോടൊന്ന് ചോദിച്ചാൽ ചോദിക്കുന്ന ഏവർക്കും ധാരാളം പകർന്നു കൊടുക്കുന്ന ദൈവമേ, ഇരട്ടി പങ്ക് കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതേ ആകാശത്തിന് ഭൂമിക്ക് നാഥനായ നല്ല കർത്താവേ, ദേവഗണങ്ങളിൽ അത്യുന്നതനായ നല്ല കർത്താവേ, സ്തുതികളിൽ മേൽ വസിക്കുന്നവനായ നല്ല കർത്താവേ, ആമേൻ ആമേ സ്തോത്രം കർത്താവേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നഷ്ടപ്പെട്ട താലന്തുകൾ ദൈവമേ തിരിച്ചു കൊടുത്തുകൊണ്ട് ഇരട്ടി പങ്ക് കൃപയോടെ എൻ്റെ കർത്താവിന് വേണ്ടി തേജസ്സേറി ശുശ്രൂഷ ചെയ്യാൻ നിന്റെ മക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും കർത്താവ് നീ കാണുന്നല്ലപ്പാ. എൻ്റെ കർത്താവേ, ദൈവത്തിൻ്റെ ബലമുള്ള കരം ഒന്ന് താങ്ങണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.